ഹലോ ഗൈസ്, A1 മീറ്റർ റിപ്പയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എഫ്സെറ്റ് B3യുടെ മീറ്ററാണ്. ഇത് നിങ്ങൾ കാണാൻ പറ്റും, ട്രിപ്പ് ബട്ടൺ ഇല്ലാതെ വാട്ടർ ഡാമേജ് ആയ ഒരു മീറ്ററാണ്. അതായത് ഡിജിറ്റ് ഫുള്ളായിട്ട് കാണുന്നില്ല, RPM ഡിജിറ്റ് പകുതിയേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം കട്ട് ഓഫാണ്. അതുപോലെ തന്നെ സ്പീഡ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കഴിച്ച് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഓക്കെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മീറ്ററിൻ്റെ ട്രിപ്പ് ബട്ടൺ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ട്രിപ്പ് ബട്ടൺ മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിടുക. ഇല്ലെങ്കിൽ ആ ട്രിപ്പ് ബട്ടണിൽ വെള്ളം കയറാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് എന്തായാലും ഡാമേജ് ആവും. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും RPMൻ്റെ അത് കണ്ട പകുതി മാത്രമേ ഉള്ളൂ, പകുതി കാണുന്നില്ല ഡിജിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്പീഡ് കാണിക്കുന്നില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഡീസോൾട്ട് ചെയ്തെടുക്കട്ടെ. ഡീസോൾട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെല്ലാം കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വാട്ടർ ഡാമേജ് ആയിട്ട് ആടെല്ലാം ഫുള്ള് ഡസ്റ്റ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്കെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് ഇതുണ്ടാവും, എല്ലാം വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ആ ട്രിപ്പ് ബട്ടൺ കാര്യങ്ങളെല്ലാം വാട്ടർ ഡാമേജ് ആയിട്ട്. ഗൈസ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടാവും, ഇവിടെല്ലാം ഫുള്ള് ഞാൻ ജമ്പർ അടിച്ചിട്ടുണ്ട്. ഇവിടെല്ലാം കണക്ഷൻ കട്ടായിരുന്നു. ഇത് ഡബിൾ പ്രിൻറ്റ് ബോർഡായതുകൊണ്ട് നമുക്ക് കണക്ഷന് ഫ്രണ്ടിന് ബാക്കിലേക്ക് പോകും, പിന്നെ ബാക്കിൽ നിന്ന് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും കണക്ഷൻ ഉണ്ടാവും. സോ ഡബിൾ പ്രിൻറ്റ് ബോർഡായതുകൊണ്ട് നമുക്ക് കണക്ഷന് കൂടുതൽ കട്ടാവേണ്ട ചാൻസ് ഉണ്ട്. ഇതുണ്ടാവും, ഈ നമ്മൾ RPMൻ്റെ ഡിസ്പ്ലേക്കില്ല കളക്ഷൻ മൊത്തം കട്ടായിരുന്നു. ഇതെല്ലാം മൊത്തം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ അതെല്ലാം സോൾഡർ ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുന്നുണ്ടാകും, ഞാൻ അതൊന്നും വീഡിയോ ചെയ്യാത്തത്. ഇതുണ്ട് നമ്മൾ RPM ഫുള്ളിപ്പം ഡിജിറ്റ് ഫുള്ളായിട്ട് കാണുന്നുണ്ട്. RPMൻ്റെ ഒന്നും കൂടി നോക്കിക്കോ. യെസ്, RPMൻ്റെ ഡിജിറ്റ് ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സെറ്റായി. അപ്പോൾ വാട്ടർ ഡാമേജ് വരുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. എവിടെയെങ്കിലും കലക്ഷൻ കട്ടായിരിക്കും. പിന്നെ നമ്മളെ ICയിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് പോകുന്നത് കണക്ഷൻ മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ ഫുള്ള് സെറ്റ് ആയിട്ട് ഇനി ഇതെല്ലാം ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ആ ട്രിപ്പ് ബട്ടൻ്റെ ആ ഹോള്, ട്രിപ്പ് ബട്ടൺ പുതിയ ബട്ടൺ ഇട്ടിട്ട് അതിനെ കവർ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് ട്രിപ്പ് ബട്ടൺ പുതിയത് മാറ്റി ഇനി നമുക്ക് ഇതും കൂടി സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, മീറ്റർ സെറ്റായിട്ട് ഒന്നും കൂടി ഓൺ ചെയ്ത് ഞാൻ ഇതുണ്ടോ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല, ഡിജിറ്റലും ക്ലിയറാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.